എന്റെ കൂടെ ഉള്ളവർക്ക് ഒരാൾ പ്രഗ്നന്റ് ആണ്, ഒരാൾ കുട്ടിയായി. ഇമോഷണൽ ആവാറുണ്ടോ? ആ, ഉറപ്പായിട്ടും. എന്റെ ലൈഫിൽ ഇപ്പം അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്റെ അമ്മയ്ക്കും അച്ഛനും അറിയാം. ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. അപ്പം എനിക്കിപ്പോ എന്താ മേക്കപ്പ് ഇല്ലാത്ത എന്നുള്ളൊരു ക്വസ്റ്റൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. മനസ്സ് നിറയ്ക്കുന്ന സിനിമ, അതാണ് നമ്മൾ എപ്പോഴും പറയാറ്. ഒരു എഴുത്തിന്റെ ബ്രേക്ക് ഒക്കെ എടുത്ത് പുറത്തേക്ക് വരുമ്പോഴൊക്കെ എന്റെ വീട്ടിൽ പോലും എന്നോട് പറയാറുണ്ട് ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് പറയും. ഒരുമിച്ച് താമസം തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് പ്രണയിച്ചു തുടങ്ങി. ഞങ്ങളുടെ ലവ്, ഞങ്ങളുടെ ഇത് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അപർണ ഇങ്ങനെ, ഓ നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു തോന്നിയിട്ടില്ല. ഇല്ല. ഞാൻ ആദ്യമായിട്ട് കോളേജിലാണ് ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നത്. അതുവരെ ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം ആദ്യത്തെ ദിവസം പോയ ദിവസം തൊട്ട് ഒരാഴ്ച ഞാൻ കരച്ചിലായിരുന്നു. കുറെ നേരം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു റൗണ്ടെങ്കിലും ഞങ്ങൾ അടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് റൗണ്ടിൽ പോയി തൃശ്ശൂർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ വെറുതെ ഒരു അമ്മയുടെ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുക, അങ്ങനെയൊക്കെ പോയിട്ട് വരുന്ന ഒരാളാണ്. അമ്മയ്ക്ക് കൈനറ്റിക് ഹോണ്ട ഉണ്ട്. അതും എടുത്ത് ഞാൻ സുഖമായിട്ട് പോവായിരുന്നു, ഒരു പ്രശ്നമില്ലാണ്ട് പോവായിരുന്നു. പിന്നെ നമ്മുടെ റോഡിന്റെയും ആൾക്കാരുടെ ഓടിക്കലിന്റെയും പ്രശ്നമാണ്, ടൂ വീലറിന്റെ അല്ല ബാക്കി വരുന്ന ആൾക്കാരുടെ. ഒത്തിരി ആക്സിഡൻസ് കേൾക്കാൻ തുടങ്ങി. സൂക്ഷിക്കണം, എനിക്ക് നല്ല ടെൻഷൻ. കാരണം ഇതൊന്നാമത്തെ ഫുൾ ഹൈ റേഞ്ച് റോഡും ജീവൻ വേണ്ടവരൊക്കെ മാറിക്കോ. എന്റെ വളരെ ചെറുപ്പത്തിൽ ഫാദർ മരിച്ചപ്പോൾ അമ്മയാണ് എന്നെ വളർത്തിയത്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. Yes! Oxygen year-end sale. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മിണ്ടിയും പറഞ്ഞു എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അപർണ, മൃദുൽ ആൻഡ് അരുൺ ബോസ്. വെൽക്കം. താങ്ക് യു. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. വെരി ക്രിസ്മസ്. അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് അല്ലേ മിണ്ടിയും പറഞ്ഞു. യെസ്, ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണോ അപർണ നമുക്ക് പ്രസന്റ് ചെയ്തത്? അതെ, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഞങ്ങളും കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് അത് ക്രിസ്മസിന് തന്നെ ഇറങ്ങുമ്പോൾ ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്. വി ഓൾ ഫീൽ ലൈക്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ഫോർ ഇറ്റ് ടു റിലീസ്. ആൻഡ് നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും, ലൈക്ക് ഓഡിയൻസിനും അതൊരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെ, ഒരു ഫീൽ ഗുഡ് ആ ഒരു സംഭവം നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. ശരിക്കും ആ ഒരു ജോണറിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു മൂവിയാണോ? ഇപ്പൊ അപർണ പറഞ്ഞ പോലെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണിത്. നമ്മൾ കണ്ടിറങ്ങുമ്പോൾ ഒരു മനസ്സൊക്കെ നിറഞ്ഞിറങ്ങാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമ. അതിന് നമ്മൾ ഫീൽ ഗുഡ് എന്ന് പറഞ്ഞതിനെ ഒതുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അതില് അതൊന്ന് മനസ്സ് നിറയ്ക്കുന്ന സിനിമ, അതാണ് നമ്മൾ എപ്പോഴും പറയാറ്. കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടൊക്കെ അതിൽ ചില മൊമെന്റ്സ് ഒക്കെ ഇത് നമ്മുടെ മൊമെന്റ് ആണല്ലോ എന്നൊക്കെ തോന്നാൻ പറ്റുന്ന ഒരു സന്തോഷമുള്ള ഒരു സിനിമ. യെസ്, ഡയറക്ടർ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്താ പറയാനുള്ളത് അബൌട്ട് മിണ്ടിയും പറഞ്ഞു? പേര് പോലെ തന്നെ ഒരു കപ്പിളിൻ്റെ ഇടയ്ക്കുള്ള കോൺവെർസേഷനിലൂടെ അവരുടെ കുറേ മൊമെൻറ്റുകൾ, ശരിക്കും എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള മൊമെൻറ്റുകൾ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണ്. റിയലിസ്റ്റിക് ആയിട്ട് വളരെ സിമ്പിളായിട്ട് പോകുന്ന ഒരു നാരേറ്റീവിലുള്ള സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ അങ്ങനെയാണ്. ഞാൻ കൂടുതൽ അങ്ങനത്തെ സിനിമകൾ കാണുന്ന ആളുമാണ്. ഇപ്പം ബിഫോർ സൺസെറ്റോ അല്ലെ ആ സീരീസ് ഉണ്ടല്ലോ റിച്ചാർഡ് ലിങ്ക്ലേക്കറിൻ്റെ, അതോ അല്ലെങ്കിൽ ഇപ്പോൾ വൺസ്, ബിഗിൻ അഗെയിൻ തുടങ്ങി ഇപ്പോൾ റീസെൻ്റ്ലി ഇത്തിരി നേരം വരെ ഇപ്പോൾ അതുപോലുള്ള ആ ഒരു ജോണറിലുള്ള കപ്പിളിൻ്റെ ഇടയ്ക്കുള്ള മെച്യൂർഡ് റിലേഷൻഷിപ്പ്. മനസ്സിലായാണ് ഒരു കംപ്ലീറ്റ് ഒരു പൈങ്കിളി. പ്രണയം എപ്പോഴും പൈങ്കിളിയാണ്, പക്ഷെ പരിപൂർണ പൈങ്കിളി അല്ലാതെ കുറച്ചും കൂടെ മെച്യൂരിറ്റി ഉള്ള പ്രണയങ്ങൾ, അതാണ് ആ ഒരു അപ്രോച്ചിൽ എടുത്തേക്കുന്ന സിനിമയാണ്. എല്ലാവരുടെയും മൃദുൽ പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമയായിരിക്കും. ആ ഒരു ഗ്യാരണ്ടി ഞാൻ തന്നെ. അതെ, മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ. ശരിക്കും പറഞ്ഞാൽ അപർണ റൊമാൻറ്റിക് ആയിട്ടുള്ള ജോണേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്നെല്ലാം കുറെ കൂടെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു മൂവി നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ചെയ്ത റൊമാൻസ് എന്ന് പറയുന്നത് ഫുൾ ഒന്നില്ലെങ്കിൽ ലൈക്ക് അബൌട്ട് ടു ഗെറ്റ് ഇൻ എ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിൽ ആ ഒരു പ്രേമം, ആ സ്റ്റേജൊക്കെ അങ്ങനത്തെ ചെയ്തിട്ടുള്ളൂ. പ്രോബ്ലി ഞാൻ ചെയ്ത സിനിമകളിലെല്ലാം ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു ഓക്കെ ദേ കമ്മിങ് ടുഗെദർ എന്നുള്ളൊരു ഫാക്ടർ എത്തുന്നത്. ഇതില് നേരെ തിരിച്ച് നമ്മളിത് ഓൾറെഡി ഒത്തിരി നാള് പ്രേമിച്ച് കല്യാണം കഴിഞ്ഞ രണ്ട് പേരുടെ സ്റ്റോറിയാണ്. അത് ഭയങ്കര ഡിഫറെന്റ് ആണ് ഫ്രം എനി അതർ ക്യാരക്ടേഴ്സ് ഐവ് ഡൺ. അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ഇതിൽ പോർട്രേ ചെയ്യുന്നത്. അതൊരു ഈ മെച്യൂർ കപ്പിൾ എന്ന് പറയുന്നത് നമ്മളെ സ്വഭാവത്തിനേക്കാൾ നമുക്ക് കാലം ചെല്ലുന്തോറും വരുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ടല്ലോ, ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ. അതിപ്പോ എനിക്ക് തോന്നുന്നു ഏത് റിലേഷൻഷിപ്പ് എടുത്താലും ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ പോലും നമ്മൾ സ്കൂളിൽ കണ്ട ആൾക്കാര് ആ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ ഡെയിലി ലാൻഡ് ലൈൻ എന്നൊക്കെ വിളിക്കും. പക്ഷെ പിന്നെ ഇപ്പോഴും ഐ ഹാവ് ദോസ് ഫ്രണ്ട്സ്, പക്ഷെ വി ഡോണ്ട് കോൾ ഈച്ച് അതർ ഓൺ എ ഡെയിലി ബേസിസ്. നമ്മൾ വല്ലപ്പോഴേ കാണുള്ളൂ.
എൻ്റെ കൂടെ ഉള്ളവർക്ക് ഒരാൾ പ്രഗ്നന്റ് ആണ്, ഒരാൾ കുട്ടിയായി, അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി മാറുമ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ കോൺവെർസേഷൻസും മാറും, എന്നാൽ നമ്മളത് പോകുന്നില്ല. നമ്മളിപ്പോ അതായത് ഒരു 2 months 3 months ശേഷം ഒന്ന് കോൾ ചെയ്താൽ പോലും ലാസ്റ്റ് ടൈം വിളിച്ചാൽ എക്സാക്ട്ലി അതുണ്ടാ. അതേപോലെ തന്നെയാണ് ഒരു മാരിഡ് കപ്പിൾ ആണെങ്കിലും അത് കൂടുതൽ ഇവർക്ക് രണ്ടുപേർക്ക് അറിയുന്നുണ്ടാവും. എന്നാലും സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എവറി റിലേഷൻഷിപ്പ് ചേഞ്ചസ്. ആൻഡ് ഇതും അങ്ങനത്തെ ഒരു വളരെ എന്താ പറയാ നല്ല ഫൗണ്ടേഷൻ ഉള്ളൊരു മാരിഡ് കപ്പിളുടെ ഒരു സ്റ്റോറിയാണ്. അവരുടെ തമ്മിൽ അത് ആ പേര് പോലെ തന്നെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻസും അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അവരത് വളരെ തോട്ട്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ്. അതെ, നമ്മളിപ്പോ പല സ്റ്റോറി ബുക്സ് നമ്മൾ നോക്കിയാലും അല്ലെങ്കിൽ സിനിമാസ് ആണെങ്കിലും എന്താണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലവ് അത് മാരേജിലെത്തും, അതെ കാണിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നതേ ഇല്ല. അങ്ങനെ കുറച്ച് ചുരുക്കം സിനിമകളേ ഉള്ളൂ. അപ്പൊ എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതാം, ഇതല്ല എൻഡ്, ഇനി ഒരുപാടുണ്ട്, ആ ഒരു തോട്ട് അങ്ങനെ എഴുതാം. അതെപ്പോഴാ വന്നത്? നമ്മള് ഇത് ഇവരുടെ കഥ പറയാം എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൾ, ഒരു വിവാഹം കഴിഞ്ഞ് ഒരു ചെറിയ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ഒരു കപ്പിളിന്റെ കഥ പറയാം എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അരുൺ ഇതിന്റെ കോൺസെപ്റ്റ് എന്നോട് പറയുന്ന സമയത്ത് തന്നെ ആ ഫേസിലാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അവിടെ നമ്മൾ ഇവരുടെ ബാക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യായിരുന്നു. അപർണ പറഞ്ഞ പോലെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ബിഫോർ മാരേജ് അല്ലെങ്കിൽ ബിഫോർ അവരുടെ പ്രണയം, പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളവരും പ്രണയിച്ച് കഴിഞ്ഞ് അവർ വിവാഹം കഴിക്കുമ്പോൾ ഉള്ളവരും സ്വാഭാവികമായിട്ടും ഡിഫറെൻ്റ് ആണ്. അവരൊരുമിച്ച് താമസിച്ച് തുടങ്ങുമ്പം മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അരുണിന് കൂടുതലുണ്ട്, കാരണം അരുൺ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പം അരുൺ അത് കൃത്യമായിട്ട് അറിയാം. എൻ്റെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പോഴും നമ്മൾ ഈ ഇത് കാണുന്നുണ്ട്, നമ്മൾ ഓവർ ദ ഇയേഴ്സ് എങ്ങനെയാണ് നമ്മൾ ആസ് എ കപ്പിൾ ഇവോൾവ് ആവുന്നത്. അവരുടെ പറഞ്ഞ പോയിന്റ് ഭയങ്കര കറക്റ്റാണ്. ആ മച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഏജിന്റെ മച്യൂരിറ്റി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് ബോണ്ട് കൂടുന്നത്, നമുക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിന്റെ എഴുത്ത് പേഴ്സണലി ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ ഏറ്റവും ആസ്വദിച്ച് എഴുതിയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് മിണ്ടിയും പറഞ്ഞിന്റെയാണ്. അത് എഴുതുമ്പോൾ എനിക്ക് ഒരു സ്ട്രെസ് ഫീൽ ചെയ്തിട്ടില്ല, എന്ത് പറയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് എപ്പോഴും അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ബ്രേക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വരുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ പോലും എന്നോട് പറയാറുണ്ട് ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് പറയും. യൂഷ്വലി എഴുതുമ്പോഴത്തേക്കുള്ള ഒരു സ്ട്രെസ് നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചിരിച്ച് കളിച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുകളൊക്കെ വെച്ച് എഴുതി. അപ്പം അങ്ങനെ ഭയങ്കര ആസ്വദിച്ച് എഴുതിയ ഒരു സിനിമയാണ്. അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയത് ഒരുപക്ഷെ അതിലെ മൊമെന്റ്സ് ഞങ്ങൾക്ക് വളരെ റിലേറ്റബിൾ ആയിരുന്ന മൊമെന്റ്സ് ആയതുകൊണ്ട് കൂടിയായിരിക്കും. ശരിക്കും അങ്ങനെ എഴുതാൻ പറ്റുന്ന സിനിമകളൊക്കെ വിരലുണ്ടാവുന്നേ കാണുള്ളല്ലോ, ഒരു സ്ട്രെസ് ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് എഴുതാൻ പറ്റുന്നത്. മേ ബി നമുക്കൊരു ഇതെന്താണെങ്കിലും എനിക്ക് അങ്ങനെ ആയിരുന്നു. ഇനി ഒന്നും അങ്ങനെ വരുമെന്ന് പോലും അറിയില്ല. അപ്പം നമ്മൾ അതിനു മുമ്പ് എഴുതുമ്പോഴും അതിന് ശേഷം എഴുതിയിട്ടുണ്ട്. അപ്പോഴും ഒക്കെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ക്ലാരിറ്റി കുറവ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മളൊന്ന് എഴുതി തുടങ്ങി പിന്നെ അതൊരൊറ്റ സ്ട്രെച്ചിൽ ഒരു 4-5 ദിവസം എടുത്തിട്ടാണെന്ന് തോന്നുന്നു ഞാനൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചേട്ടന് അയച്ചു തരുന്നത്. 5 ദിവസം എടുത്തുള്ളൂ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, അതിന്റെ ഒരു ഔട്ട്ലൈൻ പരിപാടിയൊക്കെ ഇത് ചെയ്യാനായിട്ട്. കാരണം അത്രയും ക്ലോസ് ടു ഹാർട്ട് ആയിരുന്നു. അതെ, ഈ പറയുന്ന പോലെ തന്നെ ആയിരുന്നു. ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ ഓൾറെഡി ലവ് മാരേജ് ആണ്. കറക്റ്റ് ആണ് മൃദു പറഞ്ഞ. ശരിക്കും ഇതിന്റെ തോട്ട്, ഒറിജിനൽ തോട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയിൽ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്. സിനിമ എന്താണെന്നും ആ സിനിമയ്ക്ക് ആസ്പദമായിട്ടുള്ള ഒരു ചെറുകഥയുണ്ട്. അതൊക്കെ സിനിമ കണ്ട ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ബംഗാളി സിനിമയാണ്. അത് കണ്ട ശേഷം അതിന്റെ ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു മെച്യൂർഡ് ലവ് സ്റ്റോറി, അതിന് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതേ പ്രിമൈസിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാം. കാരണം ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ തന്നെ അനുഭവങ്ങളാണ്. മൃദു പറഞ്ഞ പോലെ തന്നെ ഞാനും മിനും എൻ്റെ വൈഫും കല്യാണത്തിന് മുന്നേ അറിയാം. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഒരു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ എടപ്പള്ളി ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസം തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് പ്രണയിച്ചു തുടങ്ങി. ലൈഫിൽ നിന്ന് എടുത്ത എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ നമ്മുടെ മൂവിയിൽ? തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഉടനീളം അത് തന്നെയാണ്. മൃദുല എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഈ മൊമെന്റുകൾ മുഴുവൻ എഴുത്തിന് മുന്നേ തന്നെ ഞങ്ങൾ പല ആവർത്തി ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇത് എനിക്കോ അരുണിനോ മാത്രം റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കില്ല. ഒരു റിലേഷൻഷിപ്പിലുള്ള എല്ലാവർക്കും, ഒരുമിച്ച് താമസിക്കുന്നവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സ് തന്നെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കാരണം ഈ കോൺവെർസേഷൻസ് അല്ലെങ്കിൽ സംഭാഷണങ്ങൾ മാത്രമല്ലേ, സംഭാഷണങ്ങൾ
കൂടാതെ ഇവർ തമ്മിലുള്ള മൊമെന്റുകൾ, ഇതെല്ലാം ഡേ ടു ഡേ വൈസിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവങ്ങളുള്ളതാണ്. അത് തന്നെയാണ് സ്ക്രീനിൽ കാണുന്നത്. പക്ഷെ ഈ കപ്പിളിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഭംഗിയുണ്ട്. ഉണ്ണി അപർണയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോംബോ നമ്മൾ കണ്ടിട്ടില്ല. സോ ഹാപ്പി. അവരുടെ കെമിസ്ട്രി കോംബോനെക്കാളും ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. നിങ്ങളുടെ ഒരു പുതിയൊരു ഷെയ്ഡ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവര് രണ്ടാളും ഇതേപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ഞങ്ങളുടെ ലവ്, ഞങ്ങളുടെ ഇത് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അപർണ ഇങ്ങനെ, ഓ നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അതിന് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട്സിന്റെ അതുകൊണ്ട് എനി റിലേഷൻഷിപ്പ് വിൽ ഗോ ത്രൂ ദാറ്റ്. അത് ഇപ്പൊ മാരീഡ് ആവുമ്പോ ഈ പറഞ്ഞ മാതിരി കുറെ കൂടെ ചാലഞ്ചസും ഉണ്ടാവും, ഒരുപാട് ഒരുമിച്ച് ഫേസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഇസ് വെരി ഡിഫറെന്റ്. ബട്ട് ഐ തിങ്ക് എനി റിലേഷൻഷിപ്പ് വിൽ ഗോ ത്രൂ ഒരു ചേഞ്ച് ഓഫ് ഫേസ് പോവും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. അപർണ എങ്ങനെയാണ് ഒരു ലോങ് ഡിസ്റ്റൻസ്, ഇപ്പൊ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ചുരുക്കം പേർക്കേ പറ്റുള്ളൂ. ചില ആളുകൾക്ക് ചിലപ്പോൾ എന്നും വിളിക്കുന്നതായിരിക്കും. അപർണ ഏതൊരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്? എനിക്ക് ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു തോന്നിയിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് ഐ റിയലി വോണ്ട് ടു ബി വിത്ത് ദ പീപ്പിൾ ഐ ലൈക്ക്, ഈവൻ ഇഫ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ഐ വോണ്ട് ടു ബി വിത്ത് ദാറ്റ് പേഴ്സൺ എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ഞാൻ ഇച്ചിരി മോശമാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പക്ഷെ ഫ്രണ്ട്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവരൊക്കെ വേറെ വേറെ, പക്ഷെ എങ്ങനെയെങ്കിലും ഒരുമിച്ച് വരുന്ന സമയത്ത് അവരെ മീറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പൊ നമ്മൾ കോളേജിന്റെ പരിപാടിയാണെങ്കിൽ ആരുടെയും കല്യാണം ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓണം പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യാനൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ഇഫ് ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് ഹാൻഡ്ലിങ് ഇറ്റ്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ ഒരു ഫാമിലിയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാ വരുന്നത്? ഞാൻ ആദ്യമായിട്ട് ഞാൻ കോളേജിലാണ് ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നത്. അതുവരെ ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം ആദ്യത്തെ ദിവസം പോയ ദിവസം തൊട്ട് ഒരാഴ്ച ഞാൻ കരച്ചിലായിരുന്നു. അപ്പൊ അതും പിന്നെ പക്ഷെ അതേ ആള് തന്നെയാണ് ഇവിടെ മറ്റേ തന്നെ താമസിക്കണം അങ്ങനത്തെ ഇതെല്ലാം പറഞ്ഞത്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പോഴും അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, അതൊക്കെ എപ്പോഴും ഐ കോൾ ഹെർ, അല്ലെങ്കിൽ അച്ഛനെ ആണെങ്കിലും അമ്മേനെ ആണെങ്കിലും ഡെയിലി വിളിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു തവണയെങ്കിലും ഒരു 5 minutes ആണെങ്കിലും വിളിക്കുന്ന ആളാണ്. എല്ലാം അപ്ഡേറ്റ് ചെയ്യും, എവിടെയാന്നുള്ളത് അവർക്ക് അറിയാം, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് അറിയാം. അല്ലെ അതിനെക്കാട്ടിലും ഒരു 5 minutes വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഐ കോൾ ദം, ആരെങ്കിലും ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരെയും വിളിക്കും, സംസാരിക്കും. അപ്പൊ ഡെയിലി ഞാൻ അങ്ങനെ വിളിക്കുന്ന ഒരാളാണ് പൊതുവെ. അതാണ് ഒരു ഹാപ്പിനെസ് അല്ലേ? അപ്പൊ അപർണയുടെ ലൈഫിൽ എന്താണ് ഹാപ്പിനെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി, അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം, everything. I like people being with me. I like spending time with my loved ones. അത് ഒറ്റയ്ക്കിരിക്കാൻ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല. വീട്ടിൽ കുറെ നേരം ഇരിക്കുമ്പോഴന്നെ എനിക്ക് കുറച്ചിങ്ങനെ റെസ്റ്റ്ലെസ് ആവും. ഞാൻ എവിടെയെങ്കിലും പുറത്തു പോകണം. അത് ഞാനും അമ്മയും അങ്ങനെ തന്നെയാണ്. വീട്ടിലാണെങ്കിലും ഞങ്ങള് കുറെ നേരം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു റൗണ്ടെങ്കിലും ഞങ്ങൾ അടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് റൗണ്ടിൽ പോയി തൃശ്ശൂർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ വെറുതെ ഒരു അമ്മയുടെ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുക, അങ്ങനെയൊക്കെ പോയിട്ട്. ശരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും പേടിയുള്ളത്. എനിക്ക് കുറച്ച് ടെൻഷന്റെ അല്ല, എനിക്ക് അത് നെഗറ്റിവിറ്റി എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ അതില്ലാത്തപ്പോ ഞാൻ ഇടയ്ക്ക് പുറത്തൊക്കെ പോകും. അങ്ങനെ മീൻസ് ആ ഒരു ഒറ്റപ്പെടലിനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എനിക്ക് ഇഷ്ടം ആൾക്കാരുടെ കൂടെ എപ്പോഴും ഇങ്ങനെ ഐ ലൈക്ക് പീപ്പിൾ ബീയിങ് അറൌണ്ട് മീ. അടിപൊളി. അപ്പൊ നമ്മുടെ ഈ മിണ്ടിയും പറഞ്ഞതിനകത്ത് തന്നെ ഇതേപോലെ എപ്പോഴും സംസാരിക്കാനും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണോ അപർണയുടെ ക്യാരക്ടർ? പക്ഷെ ഇതിന് കുറച്ച് ഡിഫറെന്റ് ആണ് ലീനയുടെ ക്യാരക്ടർ. അപർണയിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കാം, പക്ഷെ അപർണയുടെ കുറേയധികം ട്രേസസ് ഉള്ള കഥാപാത്രമാണ്. അത് ആ ക്യാരക്ടർ കുറച്ചും കൂടെ റൂട്ടഡ് ടു ഹെർ പ്ലേസ് ആണ്. അവിടെ നിന്ന് പോവാൻ ഇഷ്ടമല്ല, സ്വന്തം നാട്, സ്വന്തം വീട്, അവിടെ അങ്ങനത്തെ കുറച്ച് നൊസ്റ്റാൾജിയയുടെ ഒക്കെ ഇതുള്ളൊരു ആളാണ്. നൊസ്റ്റാൾജിയ എന്നുള്ളതിനേക്കാളും ഷീ ഈസ് വെരി റൂട്ടഡ് ടു ദാറ്റ് പ്ലേസ്. എവിടെയാണോ കഥ നടക്കുന്നത് അവിടെ ആയിരിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അരുൺ ചേട്ടൻ പറഞ്ഞ പോലെ എക്സാക്ട് അപർണയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പക്ഷെ അപർണയുടെ ട്രേറ്റ്സ് ഉണ്ട്. അപർണ ആ ക്യാരക്ടറിന്റെ സ്കിന്നിലേക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരാളാണ്. ശരിക്കും ഈ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നമുക്ക് അസൂയ തോന്നും പലപ്പോഴും. അവരല്ലാത്ത എത്രയോ കഥാപാത്രങ്ങളാണ് അവർ ചെയ്യുന്നത്.
സത്യം. ലീന ഇസ് വേ മോർ മെച്ചുവർ ദാൻ മീ. ഞാൻ അതിന്റെ അടുത്ത് പോലും പിന്നെ മൃദുല ടൂ വീലറൊക്കെ ഓടിച്ചിട്ടുണ്ട് അതും മറ്റേ ഹൈ റേഞ്ച് ഓടിക്കാറില്ലേ? യൂഷ്വലി ഓടിക്കാ. പണ്ട് ഓടിച്ചിരുന്നു ഒരു സമയത്ത്, മറ്റേ ഫിയർലെസ് ആയിട്ടുള്ള സമയത്ത് അമ്മയുടെ സ്കൂട്ടറിൽ എടുത്തിട്ട് ഇറങ്ങുമായിരുന്നു. പിന്നെ ഈ പേടി വന്നു തുടങ്ങിയതിന് ശേഷം ഞാൻ തൊട്ടിട്ടില്ല ടൂ വീലർ. എനിക്ക് ഭയങ്കര പേടിയാണ് ഓടിക്കാനായിട്ട്. പറഞ്ഞ ടൂ വീലർ ഓടിച്ച് ഓടിക്കാനും അറിയാം. പ്രശ്നം പേടി വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയാണോ? ഓപ്പോസിറ്റ് ഒരു വണ്ടി വരാതിരുന്ന എത്ര അതും കാറ് ഞാൻ എങ്ങനെ വേണമെങ്കിലും ഓടിക്കും. പക്ഷെ ടൂ വീലർ എനിക്ക് എപ്പോഴും എത്ര വണ്ടി ബാക്കിൽ തടഞ്ഞു വെച്ചെന്നറിയോ? പോയി നിന്ന് എനിക്ക് പേടി. മലനിരകളിലൂടെ സൂക്ഷിക്കണം. എനിക്ക് നല്ല ടെൻഷൻ. കാരണം ഇതൊന്നാമത്തെ ഫുൾ ഹൈ റേഞ്ച് റോഡും ജീവ വേണ്ടവരൊക്കെ ബേസിക്കലി നമുക്ക് പേടി വരുന്ന അത് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ആ പേടിന്റെ ഫാക്ടർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള ഇതില്ല. ലിറ്ററലി ഞാന് പണ്ട് തൃശ്ശൂരുള്ള സമയത്ത്, തൃശ്ശൂര് കോൺസ്റ്റന്റ്ലി ഉള്ള സമയത്ത് അമ്മയ്ക്ക് കൈനറ്റിക് ഹോണ്ട ഉണ്ട്. അതും എടുത്ത് ഞാൻ സുഖമായിട്ട് പോവായിരുന്നു, ഒരു പ്രശ്നമില്ലാണ്ട് പോവായിരുന്നു. പിന്നെ ഈ ടൂ വീലർ അത് നമ്മുടെ റോഡിന്റെയും ആൾക്കാരുടെ ഓടിക്കലിന്റെയും പ്രശ്നമാണ്. ടൂ വീലറിന്റെ അല്ല, ബാക്കി വരുന്ന ആൾക്കാരുടെ ഒത്തിരി ആക്സിഡൻസ് കേൾക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ വരുമ്പോ ടൂ വീലർ തീരെ സേഫ് അല്ല എന്നുള്ള തോട്ട് എപ്പോഴോ വന്നു. ഈ രണ്ട് വീലല്ലേ. പിന്നെ എന്റെ അമ്മ ഇസ് ലൈക്ക് ടൂ വീലർ ഞങ്ങൾ അതില ജീവിച്ചിട്ടുള്ളത് മുഴുവൻ. പക്ഷെ എന്റെ അമ്മയുടെ ബ്രദർ അനിയൻ അമ്മേന്റെ അടുത്ത് പറയും, ഈ കാർ എടുത്തോ, സ്കൂട്ടറിൽ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞു. ഐ ഓൾസോ ഫീൽ ലൈക്ക് കുറച്ച് എനിക്കിപ്പം കാർ എടുക്കാൻ അറിയാം, പിന്നെ ഞാൻ കാർ എടുത്തോളാം എന്നുള്ള മൂഡ് തന്നെയാണ്. സേഫ് ആയിട്ട് പോയാൽ മതി. അപ്പൊ ആ പേടി ഉള്ളതുകൊണ്ടാണ് ഈ ബാലൻസ് ഉണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ ആ പേടി ഉള്ളതുകൊണ്ട് എനിക്ക് ബാലൻസ് തെറ്റി ഞാൻ വീഴും. അങ്ങനെയാണ്. അതെ, ഓപ്പോസിറ്റ് ഒരു വണ്ടി കണ്ടു ടെൻഷനായി. പിന്നെ മൃദുല് പറഞ്ഞൊരു പോയിന്റ്, ഈ സിനിമ ശരിക്കും ഞങ്ങളുടെ തന്നെ ജോഗ്രഫിയാണ്. ഞാനും മൃദുലും മൂവാറ്റുപുഴക്കാരാണ്. ഈ സിനിമ സഞ്ചരിക്കുന്ന വഴികളും സ്ഥലങ്ങളും ഹൈ റേഞ്ച് ഏരിയാസും. ഇപ്പൊ ഞാൻ ജനിച്ചത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. എന്റെ ബേസിക് റൂട്ട്സ് ഹൈ റേഞ്ച് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് തന്നെ ആ സ്പേസിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് അതേ ജോഗ്രഫിയിൽ സെറ്റ് ചെയ്താൽ എങ്ങനെയാണോ അത് തന്നെയാണ് ഈ സിനിമ. അതെ, നിങ്ങളുടെ മൈൻഡിൽ എഴുതുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവം അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ജോഗ്രഫി ഒക്കെ കംപ്ലീറ്റ്ലി റൂട്ടഡ് ആണ്. ഈ സ്ഥലങ്ങൾ കംപ്ലീറ്റ്ലി നമുക്കറിയാം. ഈ കഥാപാത്രം എത്രമാത്രം റൂട്ടഡ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യാം അതും വളരെ ക്ലിയർ ആണ്. എപ്പോഴെങ്കിലും ഒരു പേഴ്സണൽ സിനിമ ഉണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണൽ നമ്മളൊരു കഥ എഴുതും. എനിക്ക് സോഫാർ ഉള്ളതിൽ എന്റെ പേഴ്സണൽ സിനിമയിലെ പേഴ്സണൽ സ്ക്രീൻ പ്ലേ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ മിണ്ടിയും പറഞ്ഞും എന്നാണ് പറയുക. അത് ഭയങ്കര പേഴ്സണൽ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ഒരു പേഴ്സണൽ ഡയറി നമ്മൾ എഴുതില്ലേ, ഇപ്പം റിമാദാസിന്റെ സിനിമകളിൽ ഇപ്പം വില്ലേജ് റോക്ക് സ്റ്റാർ എഴുതുന്ന ഒരു ഡയറി എഴുതുന്ന പോലെയാണ് നമുക്ക് തോന്നാറുണ്ട്. അതേപോലെ നമ്മളൊരു സ്വന്തമായിട്ടുള്ള ഒരു ഡയറി എഴുതുന്ന പോലെ തന്നെയാണ് ഈ സിനിമയുടെ സീനുകൾ അത് നമ്മൾ പലപ്പോഴായിട്ട് കോൺവേഴ്സ് ചെയ്ത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഞാനും എൻ്റെ വൈഫും മിനു ഏറ്റവും കൂടുതൽ സംസാരിക്കും. ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഏറ്റവും മിണ്ടിയും പറഞ്ഞ മൊമെന്റുകൾ ഞങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ ഞാനിപ്പോ എടപ്പള്ളി താമസിക്കുന്നത്, എടപ്പള്ളിയിൽ നിന്ന് പനമ്പള്ളി നഗർ വരെ ഒരു റൈഡ് എല്ലാ ദിവസവും 1 മണിക്കൂർ ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പാർട്ട് ടൈമാണ്, ഞങ്ങളുടെ ബോണ്ടിങ്ങിന്റെ ഭാഗമാണ്. ഞാനിതുപോലെ ചെന്നൈക്കൊക്കെ പോകുമ്പോഴും പലപ്പോഴും ഡ്രൈവ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ആ സമയം മുഴുവൻ ഞങ്ങൾ കോൺവേഴ്സ് ചെയ്യാനാണ്. അതെ, അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ലവ് മേക്കിംഗ് ഒരു ഗസ്റ്റർ അല്ലേ, ബെസ്റ്റ് ബോണ്ടിങ് ടൈമാണ്. ഇപ്പം ഞാൻ ചെയ്ത ലൂക്കയിലാണെങ്കിലും അതിനുശേഷം ചെയ്ത പടത്തിലാണെങ്കിലും ഇതിലാണെങ്കിലും ഇഷ്ടംപോലെ കാർ മൊമെന്റുകൾ ഉണ്ടാവും, കോൺവെർസേഷൻസ്. ഒരു പക്ഷേ ഈ കാർ മൊമെന്റുകളൊക്കെ ആ ലൈഫിൽ ഒരു പാർട്ടായതുകൊണ്ട്. അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഒരു ഹൈ റേഞ്ച് ആ ഒരു പോർഷനിലൂടെ ഒരുപാട് വണ്ടി ഓടിച്ചൊക്കെ പോയിട്ടുണ്ടെന്ന്. അപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേസിന് അത്രത്തോളം ഈ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും എനിക്ക് പോകണം, കാണണം, അങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് എടുക്കുന്ന ചില പ്ലേസസ് കാണുമല്ലോ. അങ്ങനെ എടുത്തിട്ടുള്ള ഒരു മൂവി പ്ലേസ് ഏതായിരിക്കും? എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര ഇഷ്ടമുള്ളത്. നമ്മള് ഒരുപാട് ലൊക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മെയിൻ ആയിട്ടൊരു വീടും അവിടുത്തെ പറമ്പും അതൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു ലൈക്ക് കുറെ നല്ല മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ്. മഹേഷിന്റെ പ്രതികാരം ഈ ജോഗ്രഫിയാണ്. പിന്നെ എനിക്ക് സുന്ദരി ഗാർഡൻസിൽ നമ്മള് എന്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തത് വാനില കൗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. അതും എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഷൂട്ടിംഗ് സ്പേസിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കഥ പറയുന്നത്.
ഈ ഓവറോൾ ചെയ്തിട്ടുള്ള മൂവീസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിനിമയുടെ ഒരു സെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മിസ് ചെയ്യുക, അങ്ങനെ ഒരു ഫാക്ടർ വന്നിട്ടുള്ള ഒരു സെറ്റ് അത് ഏതായിരിക്കും? എല്ലാ സെറ്റിനും ഉണ്ടാവും. നമ്മളൊരു എങ്ങനെ പോയാലും നമ്മളൊരു ഒരു മാസത്തോളം ഒരു സെറ്റിന്റെ കൂടെ വർക്ക് ചെയ്യും ആൻഡ് യു വിൽ ബിക്കം വെരി ക്ലോസ് ടു ദാറ്റ് സെറ്റ്. അത് അല്ലെങ്കിൽ നമുക്ക് ആ സിനിമ മടുക്കും. ഒന്നാമത്തേന് ആ ഒരു ക്ലോസ്നെസ് വന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഫുൾഫിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പൊതുവെ ഫസ്റ്റ് 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരുവിധം എല്ലാവരുമായിട്ട് മിങ്കിളായി ഒരു നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സ്പേസ് നമ്മളെല്ലാവരുമായിട്ടൊന്ന് ചില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഷൂട്ടിൽ വന്നാലും ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ടും നന്നായിട്ട് സംസാരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ബേസിക്കലി അങ്ങനെയാണ്. അപ്പം ദാറ്റ് ഇസ് സംതിങ് that makes me very comfortable. ഏത് സെറ്റ് ആണെങ്കിലും ഏതൊരു സിനിമയാണെങ്കിലും അങ്ങനെ ഒരു ഉള്ളിലോട്ട് എടുക്കുന്ന ഒരാളാണെന്നുള്ളോട് ചോദിക്കുക. അപർണ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ നേരിട്ട് കണ്ട് ഒരു ടൈറ്റ് ഹഗ് കൊടുക്കാൻ അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ, ലൈക്ക് ഇതെല്ലാം ഒരു ഇമാജിനേഷൻ ആണല്ലോ, ഏതൊരു ക്യാരക്ടറിനെ ആയിരിക്കും മീറ്റ് ചെയ്യാൻ ഇഷ്ടം? ഐ തിങ്ക് സുന്ദരി ഗാർഡൻസിലെ സുമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡിസേർവ്സ് എ ഹഗ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൈ? ബിക്കോസ് ഷീ ഹാസ് ഗോൺ ത്രൂ എ ലോട്ട് ആൻഡ് സ്റ്റിൽ ഷീ ഹാസ് ഹാൻഡിൽഡ് ഇറ്റ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിലൊന്നാണ് സുന്ദരി ഗാർഡൻസിലെ ക്യാരക്ടർ. കാരണം ഒന്ന് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ഇതും സുന്ദരി ഗാർഡൻസിലെ ക്യാരക്ടറൊക്കെ ഭയങ്കര പേഴ്സണൽ ആവാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മൾ ഭയങ്കര മേക്ക് ബിലീഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലൊന്നും അല്ല പോകുന്നത്. നമ്മൾ വളരെ റൂട്ടഡ് ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ചില കാര്യങ്ങൾ പോർട്രേ, അതിപ്പം സിനിമകളിൽ ഒത്തിരി ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് വളരെ നമ്മൾ സാധാരണ കാണുന്ന ഒരാളെ നമ്മൾ പോർട്രേയില് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ടീസർ കണ്ടപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവർ പറഞ്ഞതും ദേ ഹാവൻ സീൻ മീ ഓർ ഉണ്ണിമുകുന്ദൻ ഇൻ ദാറ്റ് ഒരു ജോണറിലോ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിൽ കണ്ടിട്ടില്ല. സോ ദാറ്റ്സ് വൈ ദീസ് ക്യാരക്ടേഴ്സ് ബിക്കം വെരി പേഴ്സണൽ. പറഞ്ഞാൽ ഉണ്ണിയുടെ ക്യാരക്ടർ സനൽ എന്ന് പറയുന്ന കഥാപാത്രം എടുത്താലും ഉണ്ണി പ്രോബ്ലി ചെയ്തിട്ടുള്ള ഏറ്റവും റൂട്ടഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. പിന്നെ ഇവർ രണ്ടുപേരും എന്നെ സംബന്ധിച്ചിട്ട് ത്രൂ ഔട്ട് ദ ഡേ സെറ്റിലുണ്ട്. രാവിലെ ഉണ്ണിയെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം തന്നെ പോരും. ഞങ്ങൾ ചെല്ലുമ്പോൾ പോലെ അവിടെ ഉണ്ട്. ഷൂട്ട് കഴിഞ്ഞ് തീരുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കും. ഇതിനിടയ്ക്ക് എത്രയോ ആൾക്കാർ കാണാൻ വരും. പിന്നെ നമ്മള് ഓരോ സീനിന് മുന്നേ ഒരു റിഹേഴ്സൽ ഒന്ന് നമ്മൾ റൺ ത്രൂ ചെയ്യും. ഡയലോഗ്സ് ആണെങ്കിലും എല്ലാം. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും അല്ല നമ്മൾ ആ ഷൂട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് മലയാളം മൊത്തത്തിൽ സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷമായി. അപ്പോൾ നമ്മളാണെങ്കിലും പലപ്പോഴും ഇപ്പൊ ടി വിയിലാണെങ്കിൽ പോലും ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു സോങ് കാണുമ്പോഴത്തേക്ക് ചില സമയം അയ്യോ ഈ അപർണയാണ് ആ അപർണയെന്ന് പോലും അങ്ങനെ നമുക്ക് പോലും ഭയങ്കര വ്യത്യാസങ്ങളാണ്. അപ്പൊ ശരിക്കും ടി വിയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു റീലിൽ പോലും പിന്നെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ആ ഒരു യങ്ങർ സെൽഫിനോട് എന്താ ഫീൽ ചെയ്യുന്നത്? ഐ ഫീൽ വെരി ഹാപ്പി വെൻ ഐ സീ, ബിക്കോസ് മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഒത്തിരി റീലുകൾ ഈ അടുത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സിനിമ പോലും നമ്മൾ ഷൂട്ട് ചെയ്ത സമയം വെച്ച് നോക്കുമ്പോ ആൾക്കാർ എൻ്റെ അടുത്ത് വരും ഇത് എപ്പോ ഷൂട്ട് ചെയ്ത് ഇതിനെ കാണാൻ ഒരേപോലെ ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ബേസിക്കലി മഹേഷിന്റെ പ്രതികാരം സംതിങ് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. ദ മൂവി ആൻഡ് എവറിത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പൊ അതിന്റെ റീൽസ് ഇപ്പോഴും കാണുമ്പോൾ ഐ ബിക്കം വെരി ലൈക്ക് ഭയങ്കര ഇമോഷണൽ ആവും, ഭയങ്കര സന്തോഷം തോന്നും. ഉറപ്പായിട്ടും. ബിക്കോസ് നമ്മൾ എവിടുന്നോ ഞാൻ എൻ്റെ ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ദിസ് മൂവി കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് മൈ ലൈഫിന്റെ ഒരു ഫുൾ ഫേസ് മാറ്റി. ആൻഡ് പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ലൈഫിന്റെ ഭാഗമാവുന്നത്. അപ്പം അത് പിന്നെ കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ റീൽ കാണുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. നമ്മള് പൊതുവെ നമ്മുടെ എനിക്ക് ഷൂട്ട് നടക്കുന്ന സമയത്തും ഈ ചില ഏരിയാസ് കാണുമ്പോൾ ആ കഥകൾ ഇങ്ങനെ ഭയങ്കര സിമിലർ ഒരു ഇതായിരുന്നു, ജോഗ്രഫി ആയിരുന്നു മൊത്തത്തിൽ. നമ്മൾ ആ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും അതിന്റെ ഒരു മൂഡും അതൊക്കെ കുറെ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ എവിടെയോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ട് മറ്റേ ഷൂട്ടിന്റെ സമയത്ത് നിങ്ങൾ പോയി വൈകുന്നേരം പോയി കപ്പ കഴിക്കാൻ. ഇതേപോലെ ഈ സ്പേസിനെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള മറ്റൊരാൾ നമ്മുടെ DOP മധു ഭട്ട് സാറാണ്. അപർണയും മധു ഭട്ട് സാറും ദേ ആർ ദി ഫൺ എലിമെന്റ്. ഞാൻ ആക്ച്വലി മധു സാറിനെ ചെന്നൈയിലായിരുന്ന സമയത്ത് സിനിമയിലൊക്കെ വരുന്നതിന് വളരെ മുന്നേ ഒരു ഇന്റർവ്യൂ സത്യം തിയേറ്ററിൽ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോഴാണ് ആദ്യമായിട്ട് മധു സാറിനെ കാണുന്നത്. അദ്ദേഹത്തിനൂടെ പിന്നെ സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒരിക്കലും ചിന്തിച്ചു പോലുമില്ല. 70 വയസ്സുള്ള ഒരു DOP ആയിട്ടാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഹീസ് ദ മോസ്റ്റ് യങ്ങസ്റ്റ് പേഴ്സൺ ഓൺ ദ സെറ്റ്.
സാർ ആക്ച്വലി ഭയങ്കര ലൈവ്ലി ആക്കും സെറ്റ്. അതെ, നമ്മളപ്പോ ഞങ്ങളും അതെ, ഞങ്ങളുടെ കുറെ കോൺവെർസേഷൻസ് ഒക്കെ ഭയങ്കര കോമഡിയാ. സാർ എന്നെ കളിയാക്കും, ഞാൻ സാറിനെ കളിയാക്കും, അങ്ങനെയൊക്കെ മധുസാറായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനെ കാണാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും മധുസാർ അവിടെ പലയിടത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മധുസാർ അവിടുത്തെ ഷൂട്ടിംഗ് മെമ്മറീസ് കുറെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. വൈശാലിയുടെ ഒക്കെ പോർഷൻ, ഈ ടെറൈൻ എല്ലാവർക്കും വളരെയധികം ഒരു തവണ അവിടെ ഷൂട്ട് ചെയ്തവർക്ക് അവിടുന്ന് കുറെ മെമ്മറീസ് എന്തായാലും ഇഷ്ടംപോലെ മെമ്മറീസ് ക്യാരി ആളുകളുടെയും ഒക്കെ ഉണ്ട് കേട്ടോ. അവര് ഭയങ്കര ലവ്ലിയാണ്. ഭയങ്കര നമ്മള് കുറച്ചുകൂടെ നടക്കുന്ന എക്സ്പ്രസീവ് ആയിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിലും നമ്മളങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല. എല്ലാരും വരും, ആ വീട്ടിലേക്ക് നെയ്ബേഴ്സും ഒക്കെ വരാറുണ്ട്. നമ്മളെ ഒരു അറ്റ് ഹോം ഫീൽ കൊണ്ടുവരും. ആൾക്കാർ വന്നിട്ട് അവരുടെ തന്നെ റിലേറ്റീവ്സ് വീഡിയോ കോൾ ചെയ്തിട്ട് അതെ ഉണ്ണിയായിട്ടും ചെയ്യാറുണ്ടല്ലേ. എന്റെ അമ്മ ഒരുപാട് മഹേഷ് പ്രതിയാത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ അമ്മയോട് ചോദിച്ചാൽ വരെ ഷീ ഹാസ് എ ലോട്ട് ഓഫ് മെമ്മറീസ് ടു ഷെയർ അബൌട്ട് ദാറ്റ് പ്ലേസ്. ഐ തിങ്ക് ആ സ്ഥലവും അവിടുത്തെ ആൾക്കാരുടെ ഒക്കെ ഒരു ഗുണമാണ്. നമ്മള് ഭയങ്കരമായിട്ട് നമ്മളെ അവരുടെ ഒരാളാക്കി മാറ്റും. അതെ, സ്ഥലം ചെറുതോണി മുരിക്കാശ്ശേരിയാണ്. അതെ. ഇപ്പൊ നമ്മള് നേരത്തെ അപർണ പറഞ്ഞായിരുന്നല്ലോ, ഈ മഹേഷിന്റെ പ്രതികാരത്തിലാണെങ്കിലും ആ ഒരു ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്ക് ഇമോഷണൽ ആവാറുണ്ടെന്ന് വരെ. ശരിക്കും പറഞ്ഞാല് നമ്മൾ യൂഷ്വലി കണ്ടുവന്നിട്ടുള്ള നായികമാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെപ്പോഴും നല്ല ഗ്രൂംഡ് ആയിരിക്കും, ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് അവരെപ്പോഴും അങ്ങനെയായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഷോട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു മേക്കപ്പും ഇല്ല, ഭയങ്കര സിമ്പിളാ. അപ്പം അങ്ങനെ ചെന്ന് ആ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണെന്ന്. അപ്പം അന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഞാൻ ഇതേപോലെ ഇതെന്റെ ലൈഫിൽ ഒരു മേജർ പാർട്ടാണ്, എന്തെങ്കിലും ഒരു ഹിന്റ് എന്തെങ്കിലും? അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് എനിക്ക് തന്നെ ഒരു ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. പിന്നെ എപ്പോഴും എനിക്കും അമ്മയ്ക്കാണെങ്കിലും വി ഡോണ്ട് ലൈക്ക് മിസ്സിങ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ ഓഡിഷൻ തന്നെ പോകുന്നത് മഹേഷ് പ്രതികാരത്തിന്. അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിലും ഐ നോ ദ ടീം, അവരുടെ വർക്കും കാര്യങ്ങളും. ഐ തിങ്ക് അതിൽ എനിക്ക് ഏറ്റവും അറിയാത്ത ഒരാൾ ദിലീഷ് ഏട്ടൻ മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും എനിക്ക് അറിയാം, ശ്യാമേട്ടനെ അറിയാം, ആഷികേട്ടനെ അറിയാം, എല്ലാവരുടെയും വർക്ക്സ് അറിയാം. അപ്പം അവിടെ പോകുമ്പം ഐ വാസ് ലൈക്ക്, എനിക്കിപ്പോ നമ്മളിപ്പോ ഒരു സ്കൂളിൽ ഒരു കുട്ടീനെ ആദ്യമായിട്ട് കൊണ്ട് ചേർക്കുമ്പോ ആ കുട്ടിക്ക് വലിയ അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുപോലെ ഞാൻ മറ്റേ പോവാ, അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യാ. അതും കറക്റ്റ് നല്ലൊരു സ്കൂളിലേക്ക് എന്നെ കൊണ്ട് ചേർക്കുകയും ചെയ്തോണ്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് കാര്യങ്ങള്. ഞാൻ ഷൈജുഖാൻ എപ്പോഴും കാണുമ്പോ പറയും, നിങ്ങൾ എന്നെ അന്ന് ചീത്ത പറഞ്ഞോണ്ട് ഇപ്പൊ എനിക്ക് ക്യാമറയുടെ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം, എവിടെ നിന്നാലും എന്നെ കാണുക എന്നുള്ളത് എനിക്ക് അറിയാമെന്ന്. ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടിട്ടുള്ള എന്തിനായിരുന്നു? എനിക്ക് ലൈക്ക് ഇപ്പൊ നമ്മൾ ക്യാമറ വെക്കും, ഒത്തിരി പേരുടെ ഇടയിൽ നമ്മൾ ഷൂട്ട് ചെയ്യും, അപ്പൊ നമ്മളെയാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനിടയിൽ എനിക്ക് ക്യാമറ എവിടെ വെക്കുന്നതെന്നും അറിയില്ല. നമ്മള് ചിലപ്പോ മാസ്കിൽ പോവും അല്ലെങ്കിൽ ഇതാവും. അപ്പം ഇത് 2-3 തവണ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവാത്തപ്പോ ചിലപ്പോ 4ാമത്തെ തവണ പറയുന്നത് ഇങ്ങനെയല്ല ചെയ്യണ്ടേ, അങ്ങനെയാണ് ചെയ്യണ്ടേ. പക്ഷെ ഒന്നും അങ്ങനെ പറ്റും നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതിൽ നിന്ന് എനിക്ക് ആക്ച്വലി കുറെ എനിക്ക് ക്യാമറയുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് അതിൽ തന്നെയാണ്. എങ്ങനെ നിന്നാലാ നമ്മളെ കാണുക, അല്ലെങ്കിൽ ഒരാളെ മാസ്ക് ചെയ്യാണ്ട് എങ്ങനെയാ നിൽക്കേണ്ടത്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ ഇങ്ങനെ ഓരോ സിനിമ ചെയ്യുന്തോറും അങ്ങനത്തെ ഓരോ ടെക്നിക്കൽ കാര്യങ്ങളും പഠിക്കാൻ പറ്റി. നമ്മൾ ഈ ആഫ്റ്റർ മഹേഷിന്റെ പ്രതികാരമാണല്ലോ കുറച്ചുകൂടെ റോ ആയിട്ടുള്ള ആളുകളെ കുറച്ചുകൂടെ നമ്മൾ അങ്ങനെ പ്രസന്റ് ചെയ്ത് എന്തായാലും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലോട്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന് സെറ്റിൽ പോകുന്ന സമയത്ത് അല്ല ചേട്ടാ മേക്കപ്പ് ഒന്നും ഇല്ലേ, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഞാനത് ഐ വാസ് നെവർ കോൺഷ്യസ് അബൌട്ട് മേക്കപ്പ്. അത് സിനിമയിലാണെങ്കിലും പുറത്താണെങ്കിലും. ഇപ്പൊ പുറത്തുനിന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ ഒരുങ്ങി പോവാന്നുള്ളതല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് മേക്കപ്പ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. അപ്പം എനിക്കിപ്പോ എന്താ മേക്കപ്പ് ഇല്ലാത്ത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും, ഉണ്ണിയാണെങ്കിലും അപർണയാണെങ്കിലും എല്ലാം സ്വയം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇവര് തമ്മിൽ ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിൽ വളരെയധികം രസകരമായ സിമിലാരിറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചാൽ ഉണ്ണി തന്നെയാണ് ഡ്രൈവ് ചെയ്ത് വരാറ്. ഉണ്ണിയുടെ കൂടെ ഒരു കൂട്ട ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപർണയെ വിളിച്ചു കഴിഞ്ഞാൽ അപർണ ഒറ്റയ്ക്കാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്ത് വന്നത് അല്ലേ? ഇതേപോലെ സെറ്റിലും ഒക്കെ തന്നെയാണ്. ഐ മീൻ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവര് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി, അത് പ്രോബ്ലി ഈ ഒരു കൈൻഡ് ഓഫ് നേച്ചർ ഒക്കെ നിങ്ങളുടെ കെമിസ്ട്രിനെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അതെ, അങ്ങനെ ആ ഒരു സിമിലാരിറ്റി ഉള്ളതായതുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരിടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റെപ്പിംഗ് ഇൻ ടു അനദർ ഡെക്കേഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും നെക്സ്റ്റ് ഡെക്കേഡിലോട്ട് കയറിയപ്പോഴത്തേക്ക് എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ ലൈഫില്? ഇല്ല, അത് 30 വയസ്സായി എന്നുള്ളത് വേറെ ശരിക്കും പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോ ഓരോ വർഷം കൂടുതൽ പിന്നെ ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ മേജർ ഇത് എന്ന് പറഞ്ഞാൽ 20s തീർന്നു എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടായിരുന്നു.
പക്ഷെ at the end of the day ഇതിങ്ങനെ ലൈഫ് മൂവ്സ് ഓൺ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് ഇറ്റ്സ് എ ഫാക്ടർ ദാറ്റ് യു ആർ നോട്ട് ഇൻ യുവർ 20s anymore എന്നുള്ളൊരു എനിക്ക് ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. പലരും പറയാറുണ്ട് നമ്മൾ 30s കയറി കഴിയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഒരു ഫീൽ ഉണ്ട് ഇത് അടിപൊളിയാണല്ലോ എന്നുള്ളത്. ആക്ച്വലി എന്റെ ഫ്രണ്ട് വാശിയുടെ ഡയറക്ടർ വിഷ്ണു ചേട്ടനെയാണ് ഞാൻ ആദ്യം വിളിച്ചത്. വിഷ്ണു ചേട്ടൻ എനിക്ക് 30 വയസ്സാവാറ് എനിക്ക് ടെൻഷൻ ആവുന്നതാണ്. അപ്പൊ വിഷ്ണു ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു ആക്ച്വലി ഇത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ അടിപൊളി. ആരെയാണ് ഈ ചോദ്യം ചോദിക്കാൻ ഇവിടെ എടുത്തിട്ടുള്ളത്? സാറിനെ 70ാമത്തെ വയസ്സിൽ മധു സാറ് ലൈഫിനെ കാണുന്ന പെർസ്പെക്റ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, ഏറ്റവും യങ് ആണ്. മസാറിന്റെ ചെറിയ ഡിഫിക്കൽട്ടീസ്, ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. മസാർ വർക്ക് ചെയ്യുന്ന ടൈം രാത്രി കിടന്നുറങ്ങിയിട്ട് രാത്രി ഒരു 1 മണിക്ക് എഴുന്നേറ്റിട്ട് രാവിലെ 6 മണി വരെ ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് പിന്നെയും കിടക്കും. ഇപ്പൊ ഞാൻ ചെന്നൈയിൽ മസാറിനെ ലാസ്റ്റ് ടൈം കാണാൻ ചെന്നപ്പോ സാറ് ഫ്രീ ആണ്. സാറ് പഴയ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് സ്കാൻ ചെയ്ത് അതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിൽ ഈ കുറച്ച് ഡിഫിക്കൽട്ട് ടെറൈനിലേക്കൊക്കെ കയറേണ്ട സ്ഥലത്തൊക്കെ സാറിന് പ്രത്യേകിച്ച് സാറങ്ങ് കയറും. അതിന് പ്രത്യേകിച്ച് മടിയോ കാര്യങ്ങളോ നമുക്ക് ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു സ്ട്രീറ്റ് ലിറ്റപ്പ് ചെയ്യേണ്ട ഒരു സീൻ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കാറിൽ സംസാരിച്ചു പോകുന്നത്. അതിന് മസാർ സാധാരണ രീതിയിൽ കാറ് ലൈറ്റ് അപ്പ് ചെയ്തിട്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ മസാർ ഹി പ്രിഫർ ടു ലിറ്റ് അപ്പ് ദ ഹോൾ, ആ കംപ്ലീറ്റ് സ്ട്രീറ്റ് ലിറ്റപ്പ് ചെയ്യാൻ. അപ്പം മസാർ അത് ലിറ്റപ്പ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഡിസ്റ്റൻസ് ഈ പ്രായത്തില് മനസ്സിലായി. സോ പിന്നെ മഴ, സിനിമയിൽ മഴ ഒരു എലിമെന്റ് ആണ്, മഴ ഒരു ക്യാരക്ടറാണ്. ലൂക്കയില് മഴ ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ടാണ്. കാലങ്ങളുടെ ഈ 2 കഥാപാത്രങ്ങളുടെയും 2 കപ്പിളിന്റെ ഇടയ്ക്കുള്ള കാലങ്ങളുടെ ഒരു ഡിഫറൻസ് ആണ്. ഇതിൽ പക്ഷെ മഴ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഈ സിനിമയില്. അപ്പം മഴ പെയ്യിക്കുന്ന സമയങ്ങളിൽ റെയിൻ യൂണിറ്റ് ചെയ്യുമ്പോൾ മധുസാർ നേരെ ഫ്രണ്ടിൽ നിൽക്കും. അതാണ് സാറ് പറയുന്നത്. അവര് പിടിച്ചിട്ട് ശരിയായില്ലെങ്കിൽ സാറ് പോയി പിടിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്കൊരു മാസ്റ്റർ ക്ലാസ് എക്സ്പീരിയൻസ്. എനിക്ക് പേഴ്സണലി എന്നെ വിളിച്ചിരുത്തി മറ്റേ ട്യൂഷൻ എടുത്തു തന്നിട്ടുണ്ട് ഫിസിക്സിൽ. ഇങ്ങനെയാണ് ലൈറ്റ് പോകുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. വേറൊരു ദിവസം ഞാൻ പറയുന്നത് പോലെ എനിക്ക് ഭയങ്കര ആ മനുഷ്യനോട് ഇത്രയധികം റെസ്പെക്ട് ചെയ്യുന്നൊരു മസാറ് പ്രിയൻ സാറിന്റെ ഒരു പടത്തിന്റെ ഷൂട്ട് കോയമ്പത്തൂര്. ആ ദിവസം നമുക്ക് മസാർ അവൈലബിൾ ആയിരുന്നില്ല. അപ്പം നമ്മുടെ ഷൂട്ട് പാരലി മസാറിന്റെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മസാർ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് മസാർ കോയമ്പത്തൂരിന്ന് ഇടുക്കിയിൽ വരുമ്പോൾ സമയം 8:30. നമ്മൾ ഏതാണ്ട് പാക്കപ്പ് പറയാറായ സമയത്താണ്. മസാർ കയറി വന്ന ശേഷം ചെറിയ ഇറർ ഉണ്ടായിരുന്നു ആ ലൈറ്റില്. അനദർ 1.5 മണിക്കൂർ എടുത്ത് പുള്ളിയോടെ ഇരുന്ന് വീണ്ടും ലൈറ്റ് അപ്പ് ചെയ്ത് അടുക്കളയിലല്ല റൂമില് ഫോട്ടോ വെച്ചിരിക്കുന്നത്. കാരണം മസാർ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പം അതിൽ അപർണൊരു ലൈറ്റ് ഓഫ് ഒരു ഇരുട്ടത്തിരുന്നാണ് ഉള്ള സീനിൽ പെട്ടെന്ന് ലൈറ്റ് ഇട്ട ശേഷം കോൺവെർസേഷൻ കണ്ടിന്യൂ പറയാം. ഇവിടെ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള മൂൺ ലൈറ്റ് കട്ടാകുന്നതിലുള്ള ചെറിയ ഒരു കറക്ഷന് വേണ്ടി മാത്രം ഒരു 1.5 hour വീണ്ടും സ്പെൻഡ് ചെയ്തു. സാറ് 1.5 hour എന്നുള്ളതിനേക്കാളും സാർ അത്രയും ഡ്രൈവ് ചെയ്ത് അവിടെ വയസ്സുള്ള ആളാന്ന് വിചാരിക്കണം. റെസ്റ്റ് എടുത്താൽ മതി. സാറ് റൂമിൽ പോലും പോയിട്ടില്ല, നേരെ സെറ്റിലേക്കാണ് വരുന്നത്. അന്ന് ഇത് നോക്കി അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്യണം. അത്രയും എന്തൂസിയാസ്റ്റിക് ആണ് സാർ. സോ അത് അങ്ങനെ ഒരാളുടെ ഏജ് കൺസിഡർ നമ്മൾ ഏജ് ഒന്നും ഒരിക്കലും ഒരു ഫാക്ട് അല്ല. ഇപ്പോ ഈ ഒരു ഇതില് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിലെ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണല്ലോ. അപ്പൊ ഈ ഒരു ടോപ്പിക് ഇപ്പോഴത്തെ ഒരു കാലത്ത് എത്രത്തോളം റെലവെന്റ് ആണ് ശരിക്കും പറഞ്ഞാല്? ആ ഒരു കഥ, അതായത് കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ വേണം എന്നും കൂടിയാണല്ലോ പറഞ്ഞു. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ അത് ഈ കാലഘട്ടത്തിൽ നിന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു എല്ലാ കാലഘട്ടത്തിലും റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തമ്മിലൊരു സ്നേഹം എന്നത് കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് വളരെ ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണെന്നുള്ളതാണ്. പലപ്പോഴും അത് ഉണ്ടാവാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ഇഷ്യൂസിലേക്കും ഒക്കെ എല്ലാ റിലേഷൻഷിപ്പും, അത് ഒരു സൗഹൃദമാണെങ്കിലും ഒരു പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും ഈ പേരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നതാണ്. റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ലാസ്റ്റ് പറഞ്ഞാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ പേരൻസിന്റെ അടുത്ത് നമുക്ക് പലപ്പോഴും ഒരു കാര്യം തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് പേരൻസ് ഹേർട്ടാവെന്ന് വിചാരിച്ച് സംസാരിക്കാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതും ടോക്സിക് പേരന്റിങ് തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ട് നമ്മുടെ ഗ്രൂമിങ്ങില് യങ്ങർ ഏജ് മുതൽ നമ്മുടെ ഗ്രൂമിങ്ങിൽ ഈ ഒരു ടോക്സിസിറ്റി ഒരു വന്നു ചേരുന്നു?
ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയല്ലേ? ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സിനിമയിൽ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറയുമ്പം സനൽ, ലീന ക്യാരക്ടേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ സബ് ആയിട്ട് വരുന്ന സംഭവങ്ങളിൽ ഈ എല്ലാ റിലേഷൻഷിപ്പുകളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ജാഫ്രിക്ക ചെയ്യുന്ന ക്യാരക്ടർ അപർണയുടെ ഫാദർ ആയിട്ട് വരുന്നത്, ഇവർ തമ്മിലുള്ള മൊമെന്റ്സ് ഉണ്ട്. അത് ഈ പറയുന്ന ഒരു ചെറിയ ഫിയർ ഉള്ള മൊമെന്റ്സ് ഉണ്ട്. എന്നാൽ ജാഫ്രിക്ക വളരെ ഓപ്പൺ ആയിട്ട് അപർണയോട് സംസാരിക്കുന്ന ഇതുണ്ട്. അപ്പം എല്ലാ റിലേഷൻഷിപ്പിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മളിത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ അപർണ നേരത്തെ പറഞ്ഞ പോലെ ഈ കപ്പിളിന്റെ ഇടയ്ക്ക് കാലങ്ങൾ എടുത്തുകൊണ്ടിരുന്നൊരു മെച്യൂരിറ്റി ഉണ്ടല്ലോ, അതേ ഒരു മെച്യൂരിറ്റി അച്ഛൻ മകൾ റിലേഷൻഷിപ്പിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ഇവരുടെ പല കാലഘട്ടത്തിൽ ജാഫ്രിക്കയും അപർണയുമായിട്ടുള്ള കോൺവെർസേഷനിൽ ജാഫ്രിക്കയുടെ ക്യാരക്ടർ ഉണ്ടാകുന്ന ഒരു തരം മെച്യൂരിറ്റി, അതും ആൾക്കാർക്ക് വളരെയധികം റിലേറ്റബിൾ ആണ്. ഈ പേരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ നമ്മുടെ ഏജ് കൂടുന്തോറും അതിൽ വരുന്ന മാറ്റങ്ങൾ റിയൽ ലൈഫിൽ എങ്ങനെയാ നോക്കി കാണുന്നത്? മാറ്റങ്ങൾ ഉണ്ടോ? ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു പ്രായത്തിൽ വരെ, ഇപ്പൊ ഒരു ടീനേജ് പ്രായത്തിൽ പ്രോബബ്ലി നമുക്ക് അവര് പറയുന്ന ഒന്നും ഡൈജസ്റ്റ് ആവില്ല. അതെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് കുറച്ച് നാൾ കഴിയും തോറും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡെയിലി ഇപ്പം അന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി വീട്ടിൽ തന്നെയാണ്, ഇപ്പൊ ഞാൻ അവരെ വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ എന്താ പറയാ, എപ്പോഴും വിളിക്കും, സംസാരിക്കും. ആൻഡ് എൻ്റെ ലൈഫിൽ ഇപ്പം അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയ്ക്കും അച്ഛനും അറിയാം. അങ്ങനെ വേറെ ഇപ്പം പറഞ്ഞിട്ടില്ല എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതാ പേരൻസിന്റെയും കൂടെ ഒരു ഗുണമാണല്ലോ. അത് തന്നിട്ട് ഇപ്പം അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഇതാണെങ്കിൽ അവര് അതിനെ എതിർക്കും. അല്ലെങ്കിൽ ഇപ്പം അവർക്ക് വലിയ കുഴപ്പം എന്തെങ്കിലും ഒരു ന്യൂസ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ആണെങ്കിലും, ഇഫ് ഐ വാണ്ടഡ് ടു ട്രൈ ഔട്ട് ആൻ ഓഡിഷൻ, അവരതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പം എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എവറിത്തിങ്. ഈ മറയനേക്കാളും നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കുകളിൽ വ്യത്യാസം. അവര് നമ്മളെ കുറച്ചും കൂടെ അവരുടെ കാര്യങ്ങൾ പറയാനൊക്കെ ഓപ്പൺ ആവുന്ന എനിക്ക് തോന്നുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾസ് ഒക്കെ നമ്മളുമായിട്ടും ഷെയർ ചെയ്യാൻ ഒരു ഏജ് കഴിഞ്ഞ പിന്നെ കുറച്ചും കൂടെ നമ്മുടെ റിലേഷൻഷിപ്പ് സൗഹൃദങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം അത് ഒരു പേരന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലേക്ക് സ്റ്റേറ്റിലേക്ക്. അപർണയുടെ ഫാദറിനെ മീറ്റ് ചെയ്തിരുന്നു. അപർണ നമ്മുടെ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെക്കോർഡിംഗ് അപർണയുടെ തന്നെ സ്റ്റുഡിയോയിലാണ്, തൃശ്ശൂർ. സൂര്യചേട്ടൻ അങ്ങോട്ട് എനിക്ക് സിംഗിൾ പേരന്റ് ആണ് എന്നെ വളർത്തിയത്. എന്റെ വളരെ ചെറുപ്പത്തിൽ ഫാദർ മരിച്ചു, അമ്മയാണ് എന്നെ വളർത്തിയത്. ഈവൻ അവിടെ പോലും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെജോറിറ്റി ഓഫ് ദ ടൈം. ഈ പറയുന്ന നമ്മൾ ഈ ഏജ് മാറുന്നതനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ മാറുന്നത് ഭയങ്കര എവിഡന്റ് ആണ്. ഇപ്പൊ ഞാനും അമ്മയും കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ വീണ്ടും കല്യാണം കഴിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. പണ്ട് ഇത് ചോദിക്കേണ്ട ധൈര്യം ഇല്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോട് ഇത് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പം നമുക്ക് അങ്ങനത്തെ സൗഹൃദങ്ങൾ ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് പഠിച്ചു തുടങ്ങി ജോലി ചെയ്ത് തുടങ്ങിയ സമയമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ ഓഫീസിൽ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടു, നമുക്കൊന്ന് കല്യാണം ആലോചിച്ചാലോ എന്നൊക്കെ പറയാവുന്ന ഒരു ഓപ്പൺനെസ്സിലേക്ക് വരും. അതിനു മുമ്പ് നമുക്കത് വളരെ പേടിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവര് നമ്മളോട് സംസാരിക്കുന്ന സബ്ജക്റ്റുകളും മാറും. അപ്പൊ അത് ഭയങ്കര എവിഡന്റ് ആണ്. ഈ പേരൻസ് നല്ല ഒരു എന്താ പറയുക, ഒരു ഇതിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയാണ് നമ്മളെ പേരൻസ് വളർത്തുന്നതെങ്കിൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് സിനിമയിലെ പോലെ തന്നെ കുറച്ചുകൂടെ കൂളായിട്ട് മിണ്ടിയും പറഞ്ഞിരിക്കാൻ പറ്റും പേരൻസ്. അപ്പൊ എന്തായാലും എന്റെ കൂടെ ഇത്രയും നേരം നിങ്ങൾ 3 പേരും മിണ്ടിയും പറഞ്ഞു ഇരുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ക്രിസ്മസിന് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് മിണ്ടിയും പറഞ്ഞു കൊണ്ടുവരികയാണ്. നിങ്ങളും മിണ്ടിയും പറഞ്ഞു ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യാം. സിനിമയെ കുറിച്ച് മിണ്ടിയും പറഞ്ഞിരിക്കുക. പക്ഷേ ഇറ്റ് വിൽ ബി എ ട്രീറ്റ് ഫോർ ഓൾ ഓഫ് യു. ഒരു വളരെ സിമ്പിൾ ക്ലോസ് ടു ഹാർട്ട് പരിപാടി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസിന്റെ സമയത്ത് ഫാമിലിയൊക്കെ ആയിട്ട് പോയി ധൈര്യമായിട്ട് കാണാം. ഒരു ചെറിയ സന്തോഷം മനസ്സൊന്ന് ലൂക്ക ഇറങ്ങിയ സമയത്ത് പറയാറുണ്ടായിരുന്നു, ലൂക്ക തിയേറ്ററിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്ന വിഷയമാണ്. ലൂക്ക തിയേറ്ററിൽ കണ്ടിറങ്ങി പോകുന്ന ഓഡിയൻസ് കപ്പിൾസ് ആണെങ്കിൽ അവരൊന്ന് അതിലൊരു പെയിൻ ഉണ്ടല്ലോ. ഇന്ന് അവര് പോയി നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയാൽ നമ്മൾ ഭയങ്കര ഹാപ്പി. ഈ സിനിമയിൽ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെ
സിനിമയിൽ കണ്ടാൽ ഞങ്ങൾ സംസാരിക്കാത്ത കപ്പിളാണെങ്കിൽ അവരൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കട്ടെ. സംസാരിക്കുക, ഈ പറയുന്ന പോലെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നുറങ്ങാനൊക്കെ അതിനപ്പുറം ഞാൻ കാണുന്നത് മിണ്ടിയും പറഞ്ഞു ഇരിക്കാനുള്ളൊരു സ്പേസ് അവർ കണ്ടെത്തുക, സമയം അവർ കണ്ടെത്തുക. എങ്കിൽ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്. അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.